നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ക്ലിഫ് ഹൗസിലും കരിയോയിൽ ഒഴിക്കുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വോട്ട് വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. പരിക്കേറ്റ് ചികിത്സയിലുള്ള BJP പ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിച്ചു. മാധ്യമങ്ങളെ പരിഹസിച്ച് സുരേഷ് ഗോപി. വോട്ടുകൊള്ള ആരോപണം. വോട്ടർ പട്ടികയിൽ പരിശോധനയുമായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് തെളിവുകൾ കൈമാറി. മുൻമന്ത്രി VS സുനിൽകുമാർ. പാലിയേക്കരയിൽ പൊതുജനങ്ങൾക്ക് നൽകിയിരുന്ന സേവനങ്ങൾ നിർത്തിവെച്ച് കരാർ കമ്പനി. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സേവനങ്ങളാണ് നിർത്തിയത്. കരാർ കമ്പനിയുടെ പ്രതികാരം ടോൾ പിരിവ് നിർത്തിച്ചതിനെതിരെ. ഗുരുവായൂരിൽ സ്വകാര്യ ബസ്സിന് നേരെ കോളേജ് വിദ്യാർത്ഥികളുടെ ആക്രമണം. ഗുരുവായൂർ പൊന്നാനി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫർഹാന ബസ്സിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ബസ് ഡ്രൈവർക്കും യാത്രക്കാരായ 2 സ്ത്രീകൾക്കും പരിക്ക്. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ലാഭകരമല്ലാത്ത 3 ശാഖകൾ അടച്ചുപൂട്ടാൻ നീങ്ങുന്നതായി സൂചന. നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് ദമ്പതികൾ ബാങ്കിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വീടിന് ചുറ്റും കുടിവെള്ള ടാങ്കുകൾ ഉണ്ടെങ്കിലും കുടിവെള്ളം ലഭിക്കാതെ മാള കുരുവിലശ്ശേരിയിലെ കുടുംബങ്ങൾ. ടാങ്കുകൾ നിറയാൻ മഴ വരുന്നതുവരെ കാത്തിരിക്കേണ്ട അവസ്ഥയിൽ കുടുംബങ്ങൾ. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സുരേഷ് ഗോപിയുടെ MP ഓഫീസിന്റെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ച CPM പ്രവർത്തകനെതിരെയും BJP നേതാക്കളെ മർദ്ദിച്ച പോലീസിനെതിരെയും നിയമ നടപടി വേണമെന്ന് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ക്ലിഫ് ഹൌസിലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസിലടക്കം കരിയോയിൽ ഒഴിക്കുമെന്നും സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാർക്കെതിരെ സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ വീട്ടിൽ കയറി ചോദിക്കുമെന്നും സുരേന്ദ്രൻ ഭീഷണി മുഴക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടമനുസരിച്ചാണ് BJP വോട്ട് ചേർത്തിരിക്കുന്നത്. ഇനിയും വോട്ട് ചേർക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ K. മുരളീധരനെയും VS സുനിൽകുമാറിനെയും K. സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. മനഃപൂർവ്വം കാക്കിക്കുള്ളിലെ ഒരു സഖാവ് ആ ജില്ലാ പ്രസിഡന്റിന്റെ തലക്കടിച്ചിരിക്കുകയാണ്. ചെറിയ കാര്യമല്ല. അത് വെറുതെ വിടാൻ ഭാരതീയ ജനതാ പാർട്ടി എതിരായി മത്സരിച്ച മുരളീധരൻ താമസിക്കുന്ന ബൂത്തിലും സുനിൽകുമാർ താമസിക്കുന്ന ബൂത്തിലും വൻ ഭൂരിപക്ഷം ലീഡ് നേടിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുരേഷ് ഗോപിയിലുള്ള വിരട്ടലും ഭീഷണിയൊന്നും തൃശ്ശൂരിൽ വേണ്ട. അത് നടപ്പില്ല എന്ന് പറയാൻ കൂടിയാണ് ഈ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഏത് സാധാരണ BJP പ്രവർത്തകൻ മത്സരിച്ചാലും തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സുനിൽകുമാറിനെ വെല്ലുവിളിക്കും. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മാന്യമായി നടത്തുന്ന ഏർപ്പാടാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ മാർച്ചിനെ അഭിസംബോധന ചെയ്തു. പോലീസുകാരെ കൊണ്ട് സുരേഷ് ഗോപിക്ക് മാത്രമല്ല മറ്റു പല BJP നേതാക്കൾക്കും സല്യൂട്ട് അടുപ്പിക്കുമെന്നും അവർ പറഞ്ഞു. രമേശ് ചെന്നിത്തലയ്ക്കും ഭാര്യയ്ക്കും 2 സ്ഥലത്ത് വോട്ടുണ്ടെന്ന് ശോഭ സുരേന്ദ്രൻ ആരോപിച്ചു. 2 സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്നവർക്കാണ്. തൃശൂരിൽ നിന്ന് നിരവധി ക്രിസ്ത്യൻ, ഹിന്ദു പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. അതിനെതിരെ സമരം നടത്താനോ അവരെവിടെയെന്ന് അന്വേഷിക്കാനോ ഒരൊറ്റ കോൺഗ്രസുകാരും ഉണ്ടായിരുന്നില്ലെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ഞങ്ങൾക്കറിയാം എന്താണ് പോലീസ് എന്ന്. ഈ കാവലിൽ നിൽക്കുന്ന പോലീസ് അധികാരികളിൽ 60% പോലീസും നരേന്ദ്രമോദിയുടെ പോലീസുകാരാണ്. BJP അനുഭാവികളാണ്. ഞങ്ങൾക്കുമുണ്ട് കേരളത്തിൽ പോലീസ്. BJPയുടെ പണിയെടുക്കുന്ന പോലീസല്ല. ആ പോലീസ് കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും BJPക്കാരനും ഒരുപോലെ ന്യായം കൊടുക്കുന്ന നാട്ടങ്ങോട്ട് നിവർത്തി അങ്ങ് നിൽക്കും ആണുങ്ങളെ പോലെ. നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പലർക്കും സല്യൂട്ട് അടിപ്പിക്കും.
BJP ജില്ലാ പ്രഭാരി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് അനീഷ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിലെ വോട്ട് വിവാദം രാഷ്ട്രീയമായി തന്നെ നേരിടാൻ BJP ഒരുങ്ങുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ തുറന്ന പോരിന് BJP സംസ്ഥാന നേതൃത്വം. തൃശൂരിലെ വോട്ട് വിവാദം സംസ്ഥാന തലത്തിൽ കത്തിപ്പിടിക്കുകയാണ്. ഈ വിഷയം വലിയ രാഷ്ട്രീയ കാര്യമായി തന്നെ ഏറ്റെടുക്കാനാണ് BJPയും തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തത് BJP സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എന്നുള്ളത് ഉദ്ഘാടന പ്രസംഗത്തിൽ ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായി. ആലപ്പുഴയിലും മറ്റ് ജില്ലയിലും പരിപാടി ഉണ്ടായിരുന്ന ശോഭാ സുരേന്ദ്രനെയും കെ സുരേന്ദ്രനെയും സിറ്റി പോലീസ് കമ്മീഷണർ മാർച്ചിലേക്ക്, BJPയുടെ മാർച്ചിലേക്ക് അടിയന്തരമായി എത്തിച്ചേരണമെന്നുള്ളത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശമായിരുന്നു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഈ വിഷയം അങ്ങനെ ചെറിയ രീതിയിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. BJP ഇത് ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ കാര്യമായി ഉയർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസും CPM-ഉം ആണെങ്കിലും ഇത് വലിയ രാഷ്ട്രീയ കാര്യമായി BJPയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ, വളർച്ചയിൽ വലിയ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ പ്രസംഗത്തിൽ പറഞ്ഞത്. എന്തു തന്നെയായാലും വോട്ട് വിവാദം തൃശ്ശൂരിൽ അവസാനിക്കുന്നില്ല. കോൺഗ്രസും CPM-ഉം ഇതേ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. അത് വലിയ വിവാദമാകുന്നു. അത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള നീക്കമായിരുന്നു, കള്ളവോട്ടുകൾ ചേർക്കലായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഇടതിൻ്റെയും ആ ഒരു ആരോപണമായി നിൽക്കുന്നത്. ഇത് മറികടക്കാനുള്ള നീക്കവുമായി BJP സംസ്ഥാന നേതൃത്വം വരും ദിവസങ്ങളിൽ രംഗത്തെത്തും. കേന്ദ്ര നേതൃത്വത്തെ ഇത് അറിയിച്ചതായി എന്നുള്ളത് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ വോട്ട് വിവാദം വരും ദിവസങ്ങളിലും തുടരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ അനന്തകൃഷ്ണനോടൊപ്പം മുകേഷ് ലാൽ. വോട്ടർ പട്ടിക വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തൃശൂരിലുണ്ടായ CPM BJP സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി മൗനിയായി മടങ്ങി. അതേസമയം UDF-നെയും LDF-നെയും വെല്ലുവിളിച്ച് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരത് ട്രെയിനിൽ രാവിലെ 9:30 തൃശൂരിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പ്രവർത്തകർ സ്റ്റേഷനിൽ വൻ വരവേൽപ്പ് നൽകി. മന്ത്രിയുടെ വരവറിഞ്ഞ് മാധ്യമപ്രവർത്തകർ എത്തിയെങ്കിലും ഒന്നും പ്രതികരിക്കാതെ കാറിൽ കയറി അശ്വിനി ആശുപത്രിയിലേക്ക് പോയി. ചികിത്സയിൽ കഴിയുന്ന തൃശൂർ സിറ്റി ജില്ലാധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിനെയും പ്രവർത്തകരെയും സന്ദർശിച്ചു. ഇവിടെയും പ്രതികരണമില്ല. പിന്നീട് അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം കരിയോയിൽ പ്രയോഗം നടത്തിയ ചേറൂരിലെ MP-യുടെ ക്യാമ്പ് ഓഫീസിലേക്ക് പോയി. പുറത്തിറങ്ങാൻ നേരം വീണ്ടും വോട്ടർ പട്ടിക വിവാദവും കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചുവെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇതിനിടയിൽ കാറിൽ കയറാൻ നേരം നിങ്ങളുടെ സഹായത്തിന് നന്ദി എന്ന ഒരു വാക്കുമാത്രം പറഞ്ഞ് അദ്ദേഹം കോതമംഗലത്തേക്ക് പോയി. പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ച കെ സുരേന്ദ്രൻ വോട്ടർ പട്ടിക ക്രമക്കേട് തെളിയിക്കാൻ UDF-നെയും LDF-നെയും വെല്ലുവിളിച്ചു. കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് 60,000 വോട്ട് അദ്ദേഹം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, തൃശ്ശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണം. എനിക്ക് LDF-നോടും UDF-നോടും നേതാക്കന്മാരോട് പറയാനുള്ളത്, എടോ 60,000 വോട്ട് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. 60,000 കള്ളവോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM-ഉം ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന UDF-ന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് നല്ലത്. സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടി, അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ്. 1% പോലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സാധുവായിട്ടുള്ളതാണ്. 3/4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാമായിരുന്നു. സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് പാർട്ടിയാണ്. ഏതോ ഒരു സ്ത്രീ പറഞ്ഞെന്ന പേരിൽ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സുരേഷ് ഗോപിയെ പരിഹസിക്കാൻ ശ്രമിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും കാര്യത്തിലെല്ലാം പാർട്ടി അധ്യക്ഷൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിരൂപതയ്ക്ക് ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ പ്രശ്നമുണ്ടാക്കാതിരുന്നാൽ മതിയെന്നും മാധ്യമങ്ങളോട് സുരേന്ദ്രൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന്റെ ബോർഡിൽ പൂമാല ചാർത്തി BJP പ്രവർത്തകർ. ചേറൂരിൽ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന്റെ ബോർഡിൽ കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് BJP-ക്കാർ പൂമാല ചാർത്തിയത്. തൃശൂരിൽ കള്ളവോട്ട് ചേർത്തതും ചെയ്തതും CPM-ഉം കോൺഗ്രസുമാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ ആരോപിച്ചു. 1275 ബൂത്തുകളുള്ള തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കേവലം ഒരു ബൂത്തിൽ മാത്രമാണ് വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണമുയർന്നത്.
1274 ബൂത്തിലും ആരും ഇതുവരെ ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ല. ഒരു ബൂത്തിലെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിയുടെ വിജയത്തെ താറടിക്കാൻ ഇടതുപക്ഷവും കോൺഗ്രസും ശ്രമിക്കുന്നത്. പോൾ ചെയ്യപ്പെടാത്ത വോട്ടിന്റെ പേരിൽ BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കള്ളവോട്ട് ചെയ്ത് ജനവിധി അട്ടിമറിക്കാൻ ശ്രമിച്ചതെന്ന് അനീഷ് കുമാർ പറഞ്ഞു. അതിന്റെ തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടു. കുറ്റൂരിലെ സ്ഥിരതാമസക്കാരായ കോൺഗ്രസ് പ്രവർത്തകൻ അഭിജിത്തും അദ്ദേഹത്തിന്റെ അമ്മ അമ്പിളിയും കോൺഗ്രസ് നേതാവ് മിഥുന്റെ വീട്ടു നമ്പർ പോലും കാണിക്കാതെ വോട്ട് ചേർക്കുകയും ഹരിശ്രീ സ്കൂളിൽ കള്ളവോട്ട് ചെയ്യുകയും ചെയ്തതായി അനീഷ് കുമാർ ആരോപിച്ചു. വോട്ടുകളുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുടെ വിശദ വിവരങ്ങൾ പരിശോധിച്ചു തുടങ്ങി. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ 17 ബൂത്തുകളിലെ പട്ടികയാണ് പരിശോധിക്കുന്നത്. 17 ബൂത്തുകളിലെയും ചുമതലക്കാരെ വിളിച്ചു വരുത്തിയാണ് പരിശോധന നടത്തുന്നത്. വോട്ടുകൾ നടന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് വോട്ടർ പട്ടിക പരിശോധനയ്ക്ക് DCCയിൽ തുടക്കം കുറിച്ചത്. വോട്ടർ പട്ടിക വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൗനം ക്രമക്കേടുകളെ ശരിവയ്ക്കുന്നതിന് തുല്യമാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ക്രമക്കേട് ശ്രീ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും ഭരണഘടനാപരമായ മൂല്യങ്ങളെ തിരികെ പിടിക്കുന്നതിനുള്ള വലിയ പോരാട്ടമായിട്ട്. പക്ഷെ എന്നാൽ ആ ഉദ്ദേശ ലക്ഷ്യത്തെ മറികടക്കുന്നതിനായിട്ടാണ് ഇന്നലെ BJPയും CPMഉം ഈ പ്രശ്നത്തെ തെരുവിൽ കെട്ടിക്കൊണ്ട് രംഗത്ത് വന്നു. രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷണമാണ്. അത് സംരക്ഷിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടായിരിക്കണം. പക്ഷേ BJP ഉദ്ദേശിക്കുന്നത് അവർ നടത്തിയ വോട്ടിന്റെ കൊള്ള, വോട്ടിന്റെ ക്രമക്കേട്, അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടി അവർ ഈ പ്രശ്നത്തെ തെരുവിലേക്ക് കൊണ്ട് വലിച്ചഴച്ചിരിക്കുകയാണ്. ഇത് ആ ഉദ്ദേശത്തിലേക്കുള്ള അവരുടെ പോക്കിൽ BJPയുടെ കയ്യിലെ കരുവായി മാറി CPM. അത് വളരെ ഖേദകരമാണ്. CPM ഈ പ്രശ്നത്തിൽ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെ ഒപ്പം UPA മുന്നണികളുടെ ഒപ്പമുള്ള കക്ഷിയാണ്. പക്ഷെ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ കാര്യത്തിൽ ഇവരുടെ കയ്യിലെ കരുവായി മാറി. ഈ പ്രശ്നം തെരുവിൽ തല്ലി തീർക്കേണ്ട ഒന്നല്ല. ഇതിന് പരിഹാരം കാണേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. രാജ്യത്താകമാനം നടന്ന ക്രമക്കേട് തൃശ്ശൂരിലും നടന്നു എന്നതിന്റെ തെളിവാണ് ഞങ്ങൾ ആദ്യ ദിവസം പുറത്തുവിട്ടത്. അതിന്റെ ചോട് പിടിച്ചാണ് ഇപ്പോൾ ഓരോന്ന് പുറത്തു വരുന്നത്. ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ഇവിടെ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ രത്തൻ യു ഖേൽക്കറിന് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ വിശദമായ മറുപടി നൽകി. കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അയച്ച കത്തിനാണ് മറുപടി നൽകിയത്. നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തിയാണ് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ തെളിവുകൾ കൈമാറിയത്. നാട്ടിക നിയോജക മണ്ഡലത്തിലെ അമുണിശ്ശേരിയിൽ 17 കള്ളവോട്ടുകൾ BJP ചേർത്തതായി CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. CPM ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പ്രതിഷേധിച്ച് CPFന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPM പ്രവർത്തകർ സംഘടിച്ചാൽ BJP പ്രവർത്തകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഗ്രീഷ്മ അജയ് ഘോഷ്, NN ദിവാകരൻ, മേരി തോമസ്, KK അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അകാരണമായിട്ട് മാർച്ച് ചെയ്യുകയും ഓഫീസിന് നേരെ പന്തമെറിയുകയും ആക്രമണം നടത്തുകയും ചെയ്ത BJP ക്രിമിനലുകളുടെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. തികച്ചും ജനാധിപത്യപരവും സമാധാനപരവുമായിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് ആധാരമായിട്ടുള്ള കാര്യം. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
വീണ്ടും വാർത്തകളിലേക്ക്. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിച്ചതിൽ പ്രതികാരം. പൊതുജനങ്ങൾക്ക് നൽകിയിരുന്ന എല്ലാ സേവനങ്ങളും കരാർ കമ്പനി നിർത്തിവെച്ചു. ഹൈക്കോടതി ടോൾ നിർത്തിവെച്ച പശ്ചാത്തലത്തിലാണ് ആംബുലൻസ് സേവനം ഉൾപ്പെടെ നിർത്തിയത്. ടോൾ പുനഃസ്ഥാപിക്കുന്നതുവരെ ഒരു തരത്തിലുള്ള സേവനങ്ങളും നൽകേണ്ടതില്ലെന്നാണ് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ തീരുമാനം. പാലിയേക്കരയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് താൽക്കാലികമായി മരവിപ്പിച്ചാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ സമയം കൊണ്ട് ഇവിടുത്തെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഗതാഗത യോഗ്യമാക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിന് പ്രതികാരം എന്നോണമുള്ള നടപടിയാണ് ഇപ്പോൾ കമ്പനി സ്വീകരിച്ചിരിക്കുന്നത്. റോഡിലെ അറ്റകുറ്റപ്പണികളെല്ലാം കരാർ കമ്പനി പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ടോൾ പിരിക്കുന്നതിന് പകരമായി ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന സേവനങ്ങളെല്ലാം നിർത്തിവെക്കുകയാണെന്ന് കമ്പനി അറിയിക്കുന്നു. അപകടം നടന്നാൽ ആംബുലൻസ് സേവനം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ കമ്പനി നൽകിയിരുന്നു. ഇനി ഇത്തരം സേവനങ്ങളൊന്നും ഉണ്ടാകില്ല. ന്യൂസ് ഡെസ്ക് TCV. ഗുരുവായൂരിൽ സ്വകാര്യ ബസ്സിന് നേരെ കോളേജ് വിദ്യാർത്ഥികളുടെ ആക്രമണം. ഗുരുവായൂർ പൊന്നാനി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫർഹാന ബസ്സിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ബസ് ഡ്രൈവർക്കും യാത്രക്കാരായ 2 സ്ത്രീകൾക്കും പരിക്കേറ്റു. ബസിന്റെ ചില്ല് വിദ്യാർത്ഥികൾ തല്ലി തകർത്തു. യാത്രക്കാരുടെ മുഖത്ത് ചില്ല് തറച്ച് രക്തം വാർന്നൊലിച്ചു. രക്തവും ബഹളവും കണ്ട് പരിഭ്രമിച്ചവർ ബസ്സിൽ നിന്നിറങ്ങി മറ്റൊരു വാഹനത്തിൽ കയറിപ്പോയി. മറ്റൊരു യാത്രക്കാരിയായ കുഴിങ്ങര വേളക്കാട്ട് സിന്ധു, ബസ് ഡ്രൈവർ ഷിജു എന്നിവർക്കും പരിക്കേറ്റു. തൊഴിയൂർ ICA കോളേജിന് സമീപമായിരുന്നു ആക്രമണം. സ്റ്റോപ്പിൽ ബസ് നിർത്തുന്നില്ലെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ആരോപണം. എന്നാൽ സ്റ്റോപ്പിൽ നിർത്തിയ സമയത്ത് ഒരു സംഘം വിദ്യാർത്ഥികളെത്തി ബസ് തടഞ്ഞ് ആക്രമിക്കുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറഞ്ഞു. ബസ്സിനുള്ളിൽ കയറി സ്ത്രീകളടക്കമുള്ളവരോട് അസഭ്യം പറഞ്ഞതായി യാത്രക്കാർ പറഞ്ഞു. സംഭവത്തിൽ ഗുരുവായൂർ പോലീസ് കേസെടുത്തു. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ലാഭകരമല്ലാത്ത 3 ശാഖകൾ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നതായി സൂചന. കഴിഞ്ഞ ദിവസം ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നതായാണ് സൂചന. ബാങ്കിന്റെ ഹെഡ് ഓഫീസിലടക്കം വിവിധ ശാഖകളിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നതായും സൂചനയുണ്ട്. റിസർവ് ബാങ്ക് നേരത്തെ ബാങ്ക് അധികൃതർക്ക് ലാഭകരമല്ലാത്ത ശാഖകൾ പൂട്ടാനും താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് കടുത്ത നിയന്ത്രണങ്ങളാണ് ITU ബാങ്കിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് നിക്ഷേപകർക്ക് 6 മാസത്തിലൊരിക്കൽ 10,000 രൂപ മാത്രമാണ് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. റിസർവ് ബാങ്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് 100 കണക്കിന് നിക്ഷേപകരാണ് ആശങ്കയിലുള്ളത്. ഇരിങ്ങാലക്കുട ITU ബാങ്കിന് മുന്നിൽ നിക്ഷേപത്തുക തിരികെ ആവശ്യപ്പെട്ട് ദമ്പതികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇരിങ്ങാലക്കുട കോമ്പാറ സ്വദേശി തേക്കാനത്ത് ഡേവിസ്, ഭാര്യ താണ്ട, മക്കളായ ജിജി, ജിഷ എന്നിവരാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഹൃദ്രോഗിയായ ഡേവിസിന് ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ട് നിരവധി തവണ ബാങ്കിനെ സമീപിച്ചെങ്കിലും പണം നൽകിയില്ലെന്ന് കുടുംബം ആരോപിച്ചു. പ്രവാസിയായിരുന്ന ഡേവിസിന് ലക്ഷങ്ങളുടെ നിക്ഷേപം ബാങ്കിലുണ്ടെന്ന് കുടുംബം പറഞ്ഞു. ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാരേഖകൾ ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടതനുസരിച്ച് നൽകിയെങ്കിലും റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിച്ചില്ലെന്ന് പറഞ്ഞ് ബാങ്ക് പണം തരുന്നില്ലെന്ന് കുടുംബം ആരോപിച്ചു. പണം ആവശ്യപ്പെട്ടപ്പോൾ ബാങ്ക് അധികൃതർ മോശമായാണ് പെരുമാറിയതെന്ന് മകൾ ജിഷ പറഞ്ഞു. കുടിവെള്ളത്തിന് ജലനിധി കണക്ഷൻ ഉണ്ടെങ്കിലും ടാങ്കുകൾ നിറയാൻ മഴ വരുന്നതുവരെ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് മാള കുരുവിലശ്ശേരി ചാമക്കാല റോഡിലെ 4 സെന്റ് വീതമുള്ള സ്ഥലത്തെ 8 കുടുംബങ്ങൾ. തുടർച്ചയായുള്ള മഴയുണ്ടായാൽ മാത്രമേ ഇവിടത്തെ വീടുകളിലെ എല്ലാ ടാങ്കുകളും നിറയുകയുള്ളൂ. ജലനിധി പദ്ധതിയിലൂടെ വെള്ളം ലഭിക്കുന്നത് മാസത്തിൽ 2 തവണ പോലും ഇല്ലെന്നാണ് ഇവിടത്തെ താമസക്കാർ പറയുന്നത്. ഉയർന്ന പ്രദേശമായതിനാൽ വെള്ളം കയറുന്നില്ലെന്നാണ് ജലനിധി അധികൃതരുടെ വാദം. ആകെയുള്ള പൊതുകിണറിൽ മഴ മാറിയാൽ വെള്ളം താഴെ പോകും. എല്ലാ കുടുംബങ്ങളിലേക്കും വെള്ളം കോരിയെടുക്കുന്നത് ഈ കിണറിൽ നിന്നാണ്. പൈപ്പിൽ വെള്ളം എത്തുമ്പോഴോ അല്ലെങ്കിൽ മഴയുള്ളപ്പോഴോ നിറച്ചുവെക്കാനാണ് ടാങ്കുകൾ കൂടുതലായി വാങ്ങിവെച്ചിട്ടുള്ളത്. പല വീടുകളിലും 10 മുതൽ 15 വരെ ടാങ്കുകളാണ് വീടിന് ചുറ്റുമുള്ളത്. ഇവയെല്ലാം നിറഞ്ഞു കാണണമെങ്കിൽ ശക്തമായ മഴ പെയ്യണം. വേനലിൽ അവസ്ഥ കൂടുതൽ രൂക്ഷമായിരിക്കും. പല വീട്ടുകാരും താമസം മാറ്റേണ്ടി വരുന്ന അവസ്ഥയാണ്. വീടിന് ചുറ്റും വെള്ളത്തിന്റെ വലുതും ചെറുതുമായ ടാങ്കുകളാണെന്നും ആകെയുള്ള 4 സെന്റ് സ്ഥലത്ത് വീടൊഴികെയുള്ള ഭാഗത്ത് ടാങ്കുകൾ നിരത്തിവെച്ചിരിക്കുകയാണെന്നും ചേറാട്ട് വീട്ടിൽ ബിജി അനീഷ് പറഞ്ഞു. ഞങ്ങൾക്ക് 15 ദിവസം 20 ദിവസമൊക്കെ എത്തിയിട്ടാണ് ഈ മഴക്കാലത്ത് വെള്ളം വരുന്നത്. വീടിന് ചുറ്റും ടാങ്കുകളും കാര്യങ്ങളോ. പക്ഷെ ഇങ്ങനെ നല്ലൊരു വീട് പണിതിട്ട് പോലും നമുക്ക് ആവശ്യത്തിന് പെരുമാറാനോ കൊള്ളാനോ ഒന്നിനൊരു സൗകര്യമില്ല. വെള്ളത്തിന്റെ ബുദ്ധിമുട്ടാണ്. ഈ 15 ദിവസമൊക്കെ വരുമ്പോഴേ മഴക്കാലം അല്ലേ, അവർക്കൊന്ന് ആഴ്ചയിലെങ്കിലും ഒരു വിട്ടൂടെ. ഇപ്പൊ എത്ര പ്രാവശ്യം വിളിച്ചൊക്കെ ഓരോന്ന് ചോദിക്കണത് എല്ലാവരോടും. TCV ന്യൂസ് മാള. സംസ്ഥാന കർഷക അവാർഡിൽ തൃശൂർ ജില്ലയ്ക്ക് 5 പുരസ്കാരങ്ങൾ. ആദിവാസിയൂരിലെ മികച്ച ജൈവകൃഷിക്കുള്ള 2ാം സ്ഥാനം അതിരപ്പള്ളി അടിച്ചിത്തൊട്ടി ഉന്നതി കരസ്ഥമാക്കി. 2 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് പുരസ്കാരം. വെള്ളാങ്ങല്ലൂർ സ്വദേശിയായ NS മിഥുൻ കർഷക ജ്യോതി അവാർഡ് കരസ്ഥമാക്കി.
കാർഷിക ഗവേഷണത്തിനുള്ള MS സ്വാമിനാഥൻ പുരസ്കാരം കേരള കാർഷിക സർവകലാശാല കൊക്കോ ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ JS മിനിമോൾക്കാണ്. സംസ്ഥാനത്തെ മികച്ച കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായി വെള്ളാങ്ങല്ലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MK സ്മിതയെ തെരഞ്ഞെടുത്തു. സ്വകാര്യ സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് 1ാം സ്ഥാനം നേടി. ഈ മാസം 17-ന് തൃശൂരിൽ നടക്കുന്ന കർഷക ദിനാഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗം സംബന്ധിച്ച ഉത്തരവിൽ മാറ്റം വരുത്തി ഹൈക്കോടതി. ദേശീയപാതയ്ക്കരികിലെ പമ്പുകൾ തുറന്നു കൊടുക്കണമെന്നും സുരക്ഷാ കാരണങ്ങൾ ഉണ്ടെങ്കിലേ തടയാകൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പൊതു ശൗചാലയങ്ങൾ നിർമ്മിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളെന്നും ഈ ഉത്തരവാദിത്വം പമ്പ് ഉടമകളിൽ അടിച്ചേൽപ്പിക്കാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതല്ലെന്നായിരുന്നു നേരത്തെ ഹൈക്കോടതി വിധിച്ചത്. കൊടുങ്ങല്ലൂരിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. വടക്കേനടയിലെ നാസ് കളക്ഷൻസ് ഉടമ കൊല്ലിയിൽ നിസാറിന്റെ ഭാര്യ ജസ്നയാണ് മരിച്ചത്. 2 ദിവസം മുൻപ് വീട്ടുമുറ്റത്തു നിന്നും പാമ്പ് കടിയേറ്റ ജസ്ന എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. മതിലകം CK വളവ് പടിഞ്ഞാറ് വശം താമസിക്കുന്ന വടക്കേ അങ്ങാടി തസ്ലിന്റെ ഭാര്യ മെഹറുന്നീസിയാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രത്തിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ മലപ്പുറം ആലത്തിയൂർ തൃപ്പങ്ങോട് എണ്ണാഴി വീട്ടിൽ പ്രദീപിന്റെ ഓട്ടോറിക്ഷയ്ക്കാണ് തീപിടിച്ചത്. പ്രദീപും കുടുംബവും ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് ദർശനത്തിന് പോയിരുന്നു. ഓട്ടോറിക്ഷയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട പാർക്കിംഗ് കേന്ദ്രത്തിലെ ജീവനക്കാർ ഉടൻ തന്നെ തീ കെടുത്തുന്ന ഉപകരണം ഉപയോഗിച്ച് തീ കെടുത്തുകയായിരുന്നു. ദർശനത്തിന് പോയ ഓട്ടോ ഉടമയെ ക്ഷേത്രത്തിലെ മൈക്കിൽ അനൗൺസ് ചെയ്ത് വിളിച്ചു വരുത്തി. കത്തിപ്പോയ മോട്ടോർ ശരിയാക്കിയ ശേഷം കുടുംബം ഓട്ടോയിൽ തിരിച്ചുപോയി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. ഗുരുവായൂരിൽ അത്യാധുനിക ആശുപത്രി നിർമ്മിക്കുന്നതിന് 58 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി. ദേവസ്വം കമ്മീഷണറുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ടെൻഡർ നടപടി തുടങ്ങും. തെക്കേനടയിൽ നിലവിലെ ആശുപത്രിയോട് ചേർന്നുള്ള 1.45 ഏക്കർ സ്ഥലത്താണ് അത്യാധുനിക ആശുപത്രി നിർമ്മിക്കുന്നത്. 5 നിലകളിലായാണ് നിർമ്മാണം. ദേവസ്വം മരാമത്ത് വിഭാഗത്തിന്റെ ചുമതലയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുക. കടങ്ങോട് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാർ CPM-ന് വേണ്ടി പണിയെടുക്കുന്നു എന്ന ആരോപണവുമായി BJP മെമ്പർമാർ. തൊഴിലുറപ്പ് തൊഴിലാളികളെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് ഓഫീസർമാരാണെന്ന് മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട്, MV ധനീഷ് എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെള്ളറക്കാട് മുക്രിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് CPM-ന്റെ തൊഴിലാളി സംഘടന നടത്തിയ പരിപാടിയിലേക്ക് 18 വാർഡുകളിലെയും തൊഴിലുറപ്പ് തൊഴിലാളികളെ പണിക്കിറങ്ങാൻ അനുവദിക്കാതെ തൊഴിലുറപ്പ് ഓഫീസർമാർ നിർബന്ധിച്ച് പങ്കെടുപ്പിച്ചു. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പരാതി ഉയർന്നിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് CPM-ഉം പഞ്ചായത്ത് ഭരണസമിതിയും ഓഫീസർമാരും ശ്രമിക്കുന്നുവെന്നും BJP മെമ്പർമാർ ആരോപിച്ചു. ഓരോ ദിവസവും തൊഴിലുറപ്പ് പദ്ധതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളുമായി വരുന്ന ഉദ്യോഗസ്ഥന്മാരെയും അവരെ ചെയ്യിപ്പിക്കുന്ന ഇവിടുത്തെ CPM-കാരെയും ഈ പഞ്ചായത്തിൽ കയറി വന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ ഓഫീസുകളിൽ കയറി വന്ന് പ്രവർത്തിക്കുന്ന പുറത്തുള്ള CPM പ്രവർത്തകരുണ്ട്, ആ നേതാക്കന്മാരുണ്ട്. അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധം ചെയ്യുന്നത്. ഏകദേശം 1000 തൊഴിലാളികൾ ആക്റ്റീവ് പണിക്കാരുള്ള ഈ പഞ്ചായത്തിൽ 2024-25 വർഷത്തിൽ വെറും 216 പേർക്ക് മാത്രമേ 100 പണി നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. ഇതിനു പുറമെയാണ് ക്രമക്കേടുകളും നിയമലംഘനങ്ങളും നടത്തുന്നത്. പരാതി നൽകിയിട്ടും ഭരണസമിതിയും സെക്രട്ടറിയും നടപടി സ്വീകരിക്കുന്നില്ല. ഇതിനെതിരെ BJP-യുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അഭിലാഷ്, ധനീഷ് എന്നിവർ അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി.
യുവാവിനെ ആക്രമിച്ച് 20,000 രൂപ വീതം വില വരുന്ന വാച്ചും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ 3 യുവാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആനന്ദപുരം ഇടയാട്ടുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ അനുരാജ്, കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശികളായ തൈപ്പറമ്പിൽ വീട്ടിൽ നിഖിൽ, വേലാമ്പറമ്പിൽ അബ്ദുൾ ഷാഹിദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇടയാട്ടുമുറി കിണർ സ്റ്റോപ്പിന് സമീപം 2 ദിവസം മുൻപായിരുന്നു സംഭവം. കറുകുറ്റി സ്വദേശി ചക്കിയത്ത് വീട്ടിൽ റോബിനെയാണ് കാർ തടഞ്ഞു നിർത്തി പ്രതികൾ ആക്രമിച്ചത്. വരന്തരപ്പള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് വീട്ടുമതിൽ തകർന്നു. കാർ ഓടിച്ചിരുന്ന കോളേജ് വിദ്യാർത്ഥിയായ കല്ലൂർ സ്വദേശി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വരന്തരപ്പള്ളി റൊട്ടിപ്പടിക്ക് സമീപമായിരുന്നു അപകടം. പട്ടലപ്പറമ്പിൽ രുക്മണിയുടെ വീട്ടുമതിലാണ് തകർന്നത്. മതിലിടിച്ചു തകർത്ത കാർ കിണറിന്റെ കൈവേരിയോട് ചേർന്ന് തടഞ്ഞു നിൽക്കുകയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജു പട്ടിക്കാട്ടുകാരൻ, ബിന്ദു പ്രിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. PSC, SSC ബാങ്ക് പരീക്ഷാ പരിശീലന രംഗത്ത് 1/4 നൂറ്റാണ്ടിന് പാരമ്പര്യമുള്ള തൃശൂർ ബ്രില്യൻസ് കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷവും വിവിധ മത്സര പരീക്ഷകളിൽ റാങ്ക് ജേതാക്കളായവരെ അനുമോദിക്കലും ബ്രില്യൻസ് കോളേജിൽ നടന്നു. ബ്രില്യൻസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഓഡിറ്റർ ഉദയകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ PA അഫ്സൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രില്യൻസ് കോളേജ് ഡയറക്ടർ P. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്രില്യൻസ് കോളേജ് മാനേജർ രാഖി സന്തോഷ്, സീനിയർ ഫാക്കൽറ്റി അംഗം സുമ ചന്ദ്രശേഖർ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്യോഗാർത്ഥികൾ, ഫാക്കൽറ്റികൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. LDC, LGS, LP, UP, CPO റാങ്ക് ജേതാക്കളായ ബ്രില്യൻസ് കോളേജ് വിദ്യാർത്ഥികളെ ഉദയകുമാർ, PA അഫ്സൽ, ബ്രില്യൻസ് കോളേജ് ഡയറക്ടർ P. സുരേഷ് കുമാർ തുടങ്ങിയവർ മെമന്റോ നൽകി ആദരിച്ചു. ബ്രില്യൻസ് കോളേജിലെ വിദഗ്ധ പരിശീലനം മൂലം ഇതുവരെയായി 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ നിയമനം നേടിയിട്ടുണ്ട്. 100 മേനി വിജയവുമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രില്യൻസ് കോളേജിന് ആമ്പല്ലൂർ, ചാലക്കുടി, എടപ്പാൾ, ഇരിഞ്ഞാലക്കുട, കുന്നംകുളം, മാള, ഓട്ടുപാറ, തൃപ്രയാർ എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുണ്ട്. ഇവിടങ്ങളിൽ നിന്ന് 5 വിദ്യാർത്ഥികളെ വീതം 45 വിദ്യാർത്ഥികൾക്ക് സിൽവർ ജൂബിലി പ്രമാണിച്ച് സൗജന്യ പരിശീലനം നൽകുമെന്ന് ഡയറക്ടർ P. സുരേഷ് കുമാർ അറിയിച്ചു. വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ചിട്ടയായ പരിശീലനമാണ് ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് നൽകി വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 7012707096. തൃശൂർ അരിസ്റ്റോ റോഡിന്റെ ഉദ്ഘാടനത്തിൽ കൗൺസിലർമാർ സ്ഥാപിച്ച ഫലകം കോർപ്പറേഷൻ വാഹനം ഉപയോഗിച്ച് ഇടിച്ചു തകർത്ത മേയറുടെ അഹങ്കാരത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. കൗൺസിലർമാർ വെച്ച ഫലകം കോർപ്പറേഷൻ ലോറി കൊണ്ട് ഇടിച്ചു തകർത്ത മേയർ ചങ്കൂറ്റമുണ്ടെങ്കിൽ മന്ത്രിയെക്കൊണ്ട് അനാച്ഛാദനം ചെയ്യിച്ച ഫലകം അരിസ്റ്റോ റോഡിൽ സ്ഥാപിക്കാൻ വെല്ലുവിളിക്കുന്നതായി ജോൺ ഡാനിയൽ പറഞ്ഞു. TN ജയചന്ദ്രൻ IAS-നെ കുറിച്ചുള്ള ലേഖനങ്ങളുടെ സമാഹാരം സാഹിത്യ അക്കാദമിയിൽ പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ തുമ്പമൺ തങ്കപ്പൻ എഡിറ്റ് ചെയ്ത പുസ്തകം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ TN ജയചന്ദ്രൻ നൽകി പ്രകാശനം നിർവഹിച്ചു. മുൻ മന്ത്രി KP രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ MP CN ജയദേവൻ, സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, G. മോഹനചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് 15ാം തൃശൂർ ജില്ലാ സമ്മേളനം തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് റാഫി ഫിനക്സ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ഷിജോൺ അലഞ്ചിസ്, ട്രഷറർ TG ജയേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജയേഷ് ബാബു, ബെന്നി നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി റാഫി ഫിനക്സിനെയും സെക്രട്ടറിയായി ഷിജോൺ അലഞ്ചീസിനെയും ട്രഷററായി ജൂബി തോമസിനെയും തെരഞ്ഞെടുത്തു. ഇനി നോക്കാം വാണിജ്യം. തുടർച്ചയായ 5ാം വർഷവും കേരളത്തിലെ ഏറ്റവും ഉയർന്ന ക്രിസിൽ റേറ്റിംഗ് നിലനിർത്തി അസറ്റ് ഹോംസ്. കേരളത്തിലെ ഒരു ബിൽഡറിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന ക്രിസിൽ റേറ്റിംഗ് ആണ് അസറ്റ് ഹോം നിലനിർത്തിയത്. തൃശൂരിൽ നടന്ന ചടങ്ങിൽ ക്രിസിൽ ബിസിനസ് ഹെഡ് ബിനൈഫർ ജഹാനിയും ക്രിസിൽ അസോസിയേറ്റ് ഡയറക്ടർ അബാസ് മാസ്റ്ററും ചേർന്ന് അസറ്റ് ഹോം സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽ കുമാറിന് ക്രിസിൽ DA2+ സർട്ടിഫിക്കറ്റ് കൈമാറി. ഉയർന്ന ഗുണനിലവാരം, ക്ലീൻ ടൈറ്റിൽ ട്രാൻസ്ഫർ എന്നിവയോടെ ഉന്നത ഗുണനിലവാരമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ നിശ്ചിത സമയത്ത് പൂർത്തീകരിക്കുന്ന അസറ്റ് ഹോംസിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ റേറ്റിംഗ് നിലനിർത്താൻ കാരണമെന്ന് ചടങ്ങിൽ സംസാരിച്ച ജഹാനി പറഞ്ഞു. തൃശൂരിൽ അസറ്റ് ഹോംസ് ആരംഭിച്ച സിവിൽ എഞ്ചിനീയറിംഗ് ലാബിന് NABL സർട്ടിഫിക്കേഷൻ ലഭിച്ചതായി സുനിൽകുമാർ പറഞ്ഞു. കടായി ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും കേരള സെക്രട്ടറി ജനറലുമായ രഘുചന്ദ്രൻ നായർ ലാബ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിലെ അസറ്റ് ഹോംസിന്റെ ആദ്യ പദ്ധതിയായ അസറ്റ് ഗ്രാനറി ഓഗസ്റ്റ് 17 ചിങ്ങം 1 തറക്കല്ലിട്ട് നിർമ്മാണം ആരംഭിക്കുമെന്നും സുനിൽകുമാർ അറിയിച്ചു. അസറ്റ് ഹോംസിന്റെ 120ാമത് പദ്ധതിയാണ് അസറ്റ് ഗ്രാനറി. പാലക്കാട് നഗരഹൃദയത്തിലെ ഏറ്റവും പ്രീമിയം ലൊക്കേഷനായ മണപ്പുള്ളിക്കാവിൽ വരുന്ന ആഡംബര അപ്പാർട്ട്മെന്റ് പദ്ധതിയായ അസറ്റ് ഗ്രാനറിയിൽ ഏറ്റവും മുന്തിയ ആഡംബര സൗകര്യങ്ങൾക്ക് പുറമെ മൈക്രോഗ്രീൻ കൾട്ടിവേഷൻ ലാബ് ഉൾപ്പെടെ പരിസ്ഥിതി സൗഹൃദ സവിശേഷതകളുമുണ്ട്.
പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ക്ലിഫ് ഹൗസിലും കരിയോയിൽ ഒഴിക്കുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വോട്ട് വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. പരിക്കേറ്റ് ചികിത്സയിലുള്ള BJP പ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിച്ചു. മാധ്യമങ്ങളെ പരിഹസിച്ച് സുരേഷ് ഗോപി. വോട്ട് കൊള്ള ആരോപണം. വോട്ടർ പട്ടികയിൽ പരിശോധനയുമായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് തെളിവുകൾ കൈമാറി മുൻ മന്ത്രി VS സുനിൽകുമാർ. പാലിയേക്കരയിൽ പൊതുജനങ്ങൾക്ക് നൽകിയിരുന്ന സേവനങ്ങൾ നിർത്തിവെച്ച് കരാർ കമ്പനി. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സേവനങ്ങളാണ് നിർത്തിയത്. കരാർ കമ്പനിയുടെ പ്രതികാരം ടോൾ പിരിവ് നിർത്തിച്ചതിനെതിരെ. ഗുരുവായൂരിൽ സ്വകാര്യ ബസ്സിന് നേരെ കോളേജ് വിദ്യാർത്ഥികളുടെ ആക്രമണം. ഗുരുവായൂർ പൊന്നാനി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫർഹാന ബസ്സിനു നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ബസ് ഡ്രൈവർക്കും യാത്രക്കാരായ 2 സ്ത്രീകൾക്കും പരിക്ക്. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ലാഭകരമല്ലാത്ത 3 ശാഖകൾ അടച്ചുപൂട്ടാൻ നീങ്ങുന്നതായി സൂചന. നിക്ഷേപത്തുക തിരികെ ആവശ്യപ്പെട്ട് ദമ്പതികൾ ബാങ്കിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വീടിന് ചുറ്റും കുടിവെള്ള ടാങ്കുകൾ ഉണ്ടെങ്കിലും കുടിവെള്ളം ലഭിക്കാതെ മാള കുരുവിലശ്ശേരിയിലെ കുടുംബങ്ങൾ. ടാങ്കുകൾ നിറയാൻ മഴ വരുന്നതുവരെ കാത്തിരിക്കേണ്ട അവസ്ഥയിൽ കുടുംബങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.